വിസ്തീർണത്തിൽ ഏകദേശം കേരളത്തിന്റെ ഇരട്ടി വലിപ്പം, ഏകദേശം 69,000 ചതുരശ്ര കിലോമീറ്റർ ആണ് വലിപ്പം. ജനസംഖ്യ ഏകദേശം 50 ലക്ഷത്തോളം. അതിർത്തികൾ നോക്കുകയാണെങ്കിൽ കരിങ്കടലിനും റഷ്യയ്ക്കും ടർക്കിക്കും അർമേനിയയ്ക്കും അസർബൈജാനും ഇടയിൽ സ്ഥാനം. കൺട്രി വേറൊന്നുമല്ല, ജോർജിയ. ഈ ജോർജിയ എന്ന് പറയുന്ന കൺട്രിയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ജോർജിയ എന്ന് പറഞ്ഞ കൺട്രിക്ക് കേരളവുമായും ഇന്ത്യയുമായും വലിയ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഈ ഒരു രാജ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 10-12 വർഷമായി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിന്റെ മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രീമിയം ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് ജോർജിയ മാറിക്കഴിഞ്ഞു. നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ WHO കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജോർജിയയിൽ ഏകദേശം 40ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 40ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ തന്നെ ഏകദേശം 5 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും ബാക്കിയുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമാണ്. നമ്മൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ ഇതിൽ ഏത് തന്നെ എടുത്താലും നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രീമിയം ഡെസ്റ്റിനേഷൻ ആയിട്ട് ജോർജിയ വളർന്നതിന്റെ റീസൺ. ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ടിബിലിസി ആണ്. മേജർ ആയിട്ട് 3 സിറ്റീസ് ആണ് ജോർജിയയിലുള്ളത്: ടിബിലിസി, കുട്ടൈസി ആൻഡ് ബത്തൂമി. നമ്മൾ മേജർ ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ടിബിലിസിയിലാണ് എങ്കിലും കുട്ടൈസിയിൽ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും അതുകൂടാണ്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും കുട്ടൈസിയിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമ്മൾ ബത്തൂമിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തൂമി ഷൊട്ടോ റുസ്റ്റോവാലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും BAU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും അവിസന സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിലുള്ള 2 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും ബത്തൂമിയിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഏകദേശം 40 മെഡിക്കൽ കോളേജുകളിൽ ഒരു 5 മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 35ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം. ജോർജിയ എന്തുകൊണ്ടാണ് ഇന്ന് സ്റ്റുഡൻസിന്റെ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറി എന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ജോർജിയയുടെ ഒരു ജിയോഗ്രാഫിക് പൊസിഷൻ തന്നെയായിരിക്കും. കാര്യം കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നല്ലൊരു ഭാഗം ആൾക്കാരും ഇന്ന് ഗൾഫ് കൺട്രീസിൽ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പോ ഗൾഫുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഏകദേശം 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ജോർജിയ ഉള്ളത്. നമ്മളിപ്പോ കുവൈറ്റിൽ നിന്നാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ജോർജിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രീമിയമായ ഒരു ലൊക്കേഷൻ ആയിട്ട് എന്ത് മാറി കഴിഞ്ഞു, ജോർജിയ മാറിക്കഴിഞ്ഞു. ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം 3000 മുതൽ 4000 വിദ്യാർത്ഥികൾ ജോർജിയയിൽ പോയി MBBS പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ക്വാളിറ്റിയുള്ള കോളേജുകൾ അവിടെ ഉണ്ട് എന്നും അതുകൂടാണ്ട് ജോർജിയയിൽ സ്റ്റുഡൻസിന് എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് ലഭിക്കുന്നത്, അതുകൂടാണ്ട് ജോർജിയയിൽ ഒരു FMG പെർസെന്റേജ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 2024 FMGന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, കൺട്രി വൈസ് ഉള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസിന്റെ അണ്ടറിൽ വരുന്ന NBMES നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 2024 FMG റിസൾട്ടിന്റെ PDF ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയിരിക്കുന്ന കൺട്രികളിൽ ഒന്ന് എന്ന് പറയുന്നത് ജോർജിയയാണ്. ഇന്ന് നമ്മൾ വിദേശത്ത് പോയിട്ട് വിദ്യാർത്ഥികൾ MBBS പഠിക്കുന്ന കൺട്രികൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 60ഓളം രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, MBBS പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു 60ഓളം രാജ്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോർജിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 60, 65, 70% റിസൾട്ട് നേടിയിരിക്കുന്ന എന്തുണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ BAU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ 158 പേര് എക്സാം എഴുതിയതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 100 പേര് പാസ്സായിട്ടുണ്ട്. അതായത് ഏകദേശം 63% വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ പെർസെന്റേജ് ഏകദേശം 25% നിൽക്കുമ്പോഴും ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റികളുടെയും FMGന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 65 അല്ലെങ്കിൽ 70%. ഇനി എൻറ്റയർ ജോർജിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ജോർജിയയുടെ ഒരു എൻറ്റയർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മോർ ദാൻ 50% ഒക്കെ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത് തന്നെയാണ് ജോർജിയ എന്ന് പറഞ്ഞൊരു കൺട്രി ഇന്ന് സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇഷ്ട ഒരു ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ജോർജിയയുടെ ഒരു ബഡ്ജറ്റിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ മുതൽ വാർഷിക ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, കറന്റ്ലി ജോർജിയൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം 2026 അക്കാഡമിക് ഇയർ മുതൽ ജോർജിയയിൽ ഇനി മുതൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ അവർ എന്ത് ചെയ്യുന്നില്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ കറന്റ്ലി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ജോർജിയയിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. പക്ഷേ നമ്മൾ ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ FMG റിസൾട്ട്, അത് കൂടാണ്ട് അവരുടെ USMLE പ്ലാബ് പോലുള്ള റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളെക്കാൾ മികച്ച പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ജോർജിയയിൽ ഉണ്ട് എന്നതാണ് അതിന്റെ വേറൊരു സത്യവും. ഓക്കെ, സോ എനിഹൗ ജോർജിയയിൽ ഏകദേശം 40ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോർജിയയുടെ മേജർ ആയിട്ടുള്ള 3 സിറ്റീസിലായിട്ടാണ് എന്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഫ്ലൈയിങ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് നമുക്ക് 2 വഴിയാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറഞ്ഞാൽ വയ മിഡിൽ ഈസ്റ്റ് വഴിയും ദെൻ വയ ഡൽഹി വഴിയും. മിഡിൽ ഈസ്റ്റ് വഴി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 4ഓളം എയർലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ജോർജിയയിലോട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത്. ഡൽഹി വഴി നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഏകദേശം 3 മുതൽ 4ഓളം എയർലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ജോർജിയയിലോട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ റീച്ചബിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് റീച്ച് ആവാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. ഇനി നമ്മൾ ജോർജിയയുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 6 years ആണ്. 5 year കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് എന്ത് വരുന്നത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. പ്രോപ്പറായിട്ട് ECTS സിസ്റ്റം, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്യുമുലേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് ജോർജിയയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടും പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ് ജോർജിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ മാക്സിമം 15 സ്റ്റുഡൻസ് വരെയാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുകയും വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിന് അവരുടെ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. സോ ECTS സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാവാം 2024 അല്ലെങ്കിൽ 2023 2022 ഒക്കെ FMG റിസൾട്ട് നോക്കുന്ന സമയത്ത് MBBS അബ്രോഡ് പഠിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മികച്ചൊരു റിസൾട്ട് ഉള്ള ഒരു രാജ്യമായിട്ട് ജോർജിയ എന്ന് മാറിയിരിക്കുകയും ചെയ്യുന്നത്. സോ ജോർജിയയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന വലിയ കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ബഡ്ജറ്റ്, അത് കൂടാണ്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, ദെൻ എന്താണ് വിസ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, നമ്മുടെ വിസ റിജക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. സോ നമ്മുടെ ഒരു ബഡ്ജറ്റിലോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജോർജിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ലിവിംഗ് കോസ്റ്റ് മന്ത്ലി ഏകദേശം ഒരു 25,000 വരും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസ് കൂടാണ്ട് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് 6 വർഷത്തേക്ക് മിനിമം ഒരു 15 ലക്ഷം രൂപ നമ്മൾ ലിവിംഗ് കോസ്റ്റ് കൂട്ടുക. ഇത് കൂടാണ്ട് മിനിമം ഒരു 5 ലക്ഷം രൂപ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും അതർ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും വരും. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസ് ഏകദേശം 25 ലക്ഷം രൂപയാണെങ്കിൽ നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 മുതൽ 45 ലക്ഷം രൂപ വരെയൊക്കെ നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് എന്ത് ചെയ്തോളൂ, അതിന്റെ ട്യൂഷൻ ഫീസ് പ്ലസ് ഒരു 20 ലക്ഷം രൂപ കൂട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളൊരു ടോട്ടൽ ബഡ്ജറ്റ് വരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ ജോർജിയയിലെ അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് പോകുന്ന സമയത്ത് ജോർജിയയിൽ നമുക്ക് ഇന്റർവ്യൂ പിന്നെ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അത് കൂടാണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ തരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അത് കൂടാണ്ട് പിന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ഉള്ള എക്സാമുകളിലൂടെ അഡ്മിഷൻ തരുന്ന യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ യൂണിവേഴ്സിറ്റികളെ ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലും ചേഞ്ചസ് ജോർജിയയിൽ വരുന്നുണ്ട്. നമ്മുടെ ഒരു എൻറ്റിയർ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ജോർജിയയെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എന്ത് ചെയ്തു, MBBS പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് കിട്ടുന്നത് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. സോ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ്. സോ കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ എന്താണ് നമ്മുടെ ഒരു ട്യൂഷൻ ഫീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ തന്നെ നമ്മൾ ഫസ്റ്റ് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ് എന്നും അത് കൂടാണ്ട് യൂണിവേഴ്സിറ്റിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് സെമ്മിന്റെ ട്യൂഷൻ ഫീസ് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ഒരു TT കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിം അഫിഡേവിറ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമുക്ക് നോർമലി വേണം. അതായത് നമ്മുടെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നെയിം അഫിഡേവിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ ഏജ് ബിലോ 18 ആണ് ഉള്ളത് എങ്കിൽ, മൈനർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ അപ്പോസ്റ്റ് ചെയ്ത് വെക്കണം. അത് കൂടാണ്ട് സ്റ്റുഡൻസിന്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഓതറൈസേഷൻ കൂടെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓർഡർ ആണ്. മിനിസ്ട്രി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാനും വിദ്യാർത്ഥിക്ക് ജോർജിയയിൽ ഒന്ന് പഠിക്കുവാനും എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് ജോർജിയൻ ഗവൺമെന്റ് തരുന്ന ഡോക്യുമെന്റ് ആണ് നമ്മുടെ മിനിസ്ട്രി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിസ്ട്രി ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്ടർ ഡിസയർ ആണ്. റെക്ടർ ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആളാണ് റെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെക്ടർ എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ അവിടെ അഡ്മിഷൻ തന്നു, അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് തരുന്നതാണ് റെക്ടർ ഡിസയർ എന്ന് പറയുന്ന ഡോക്യുമെന്റ്. ഓക്കെ, ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഈ ഒരു 6 months സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് മിനിമം ഒരു 3.5 to 4 lakh എന്ന് വേണം നമുക്ക്
പേയ്മെന്റും ഉണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതാരാണോ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നത്, ആ ഒരാൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സ്പോൺസർ ചെയ്തു തരുന്ന അഫിഡേവിറ്റ്, സ്പോൺസർ അഫിഡേവിറ്റ് എന്ന് പറയും. അത് കൂടാണ്ട് പിന്നെ അക്കോമഡേഷൻ ലെറ്റർ, നമ്മൾ അവിടെ പോയിട്ട് എവിടെയാണോ താമസിക്കുന്നതിന്റെ അക്കോമഡേഷൻ ലെറ്റർ. ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. സോ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, VFSൽ നിന്ന് നമുക്കൊരു വിസ റെസിപ്റ്റ് കിട്ടും. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് ട്രാക്ക് ചെയ്യാൻ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 3 months ഡ്യൂറേഷൻ ഉള്ള ഒരു വിസിറ്റ് വിസ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡന്റ് വിസയായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വിസിറ്റ് വിസ ആയിരിക്കും നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വിസയെ നമ്മൾ TRC, ടെമ്പററി റെസിഡൻസ് കാർഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ TRC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് വരുന്നത് സിംഗിൾ TRCയും, 2ാം വർഷം മുതൽ 6ാം വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് ടൈം TRC നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ TRC എടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ നമ്മുടെ ഓരോ വർഷത്തെയും നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ഡെപ്പോസിറ്റ് കാണിച്ചിട്ടായിരിക്കും നമ്മൾ TRC എടുക്കുന്നത്. ഒരു വർഷത്തെ TRCക്ക് ഏകദേശം $2,400 ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡെപ്പോസിറ്റ് കാണിക്കേണ്ടത്. അപ്പോൾ 5 years ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $11,000 എന്ത് ചെയ്യണം നമ്മളത്. സെക്കൻഡ് ഇയർ തൊട്ട് 6th year വരെ നമ്മൾ സിംഗിൾ TRC എടുക്കുന്ന സമയത്ത് നമ്മൾ അറൗണ്ട് $11,000 നമ്മൾ ഡെപ്പോസിറ്റ് കാണിച്ചിട്ടായിരിക്കും എന്തെടുക്കുന്നത്, നമ്മൾ TRC എടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ജോർജിയയിലുള്ള വിസ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ജോർജിയയിൽ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നല്ല യൂണിവേഴ്സിറ്റികൾ നമുക്ക് എങ്ങനെയാണ് ജോർജിയയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നതാണ്. സോ ജോർജിയയിൽ മികച്ച യൂണിവേഴ്സിറ്റികൾ കണ്ടെത്താനായിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് FMG റിസൾട്ട് ഓൾറെഡി ജോർജിയയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഓൾറെഡി എന്തായിട്ടുണ്ട്, പഠിച്ച് പാസ്സായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ FMG റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനദണ്ഡമായി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ജോർജിയയിൽ 2 കരിക്കുലത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അമേരിക്കൻ കരിക്കുലം ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും പിന്നെ യൂറോപ്യൻ കരിക്കുലം ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അമേരിക്കൻ കരിക്കുലം ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച റിസൾട്ടായിട്ട് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ കരിക്കുലം ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ FMGയോ അല്ലെങ്കിൽ വേറെ USMLEയുടെ റിസൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിനിക്കൽസ് ലഭിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസിലുള്ള യൂണിവേഴ്സിറ്റീസ്, അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ രണ്ടാമത് എനിക്ക് ജോർജിയയെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, TRC കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്കോമഡേഷന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ 5th year വരെയുള്ള TRCയുടെ ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിനൊന്നും അവരുടെ ഏജൻസി സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ സാറിന് സപ്പോർട്ട് ചെയ്ത് തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങൾ വിളിക്കാറുണ്ട്. സോ നിങ്ങൾ ജോർജിയയിൽ പോകാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസി വഴി തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സീനിയേഴ്സ് വഴിയൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള TRC പോലുള്ള സപ്പോർട്ടുകൾ, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിങ് ഓപ്പണിംഗ് ആയിട്ടുള്ള സപ്പോർട്ട്സോ അല്ലെങ്കിൽ TRCയുടെ പേയ്മെന്റ് പിന്നെ ഡെപ്പോസിറ്റ് കാണിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ ഏജൻസിനെ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ജോർജിയയിലുള്ള ഒരു മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഏതാണ് മികച്ചത് എന്ന് കണ്ടെത്തണം, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ MBBS അബ്രോഡുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.